Hi all, it's me Anu Sitara. ഹാപ്പി വെഡിങ് ആൻഡ് ക്യാരക്ടറിൻ്റെ പേര് ഷാഹിന എന്നാണ്. ഒരു മുസ്ലിം ക്യാരക്ടറിൽ ഞാൻ ആദ്യമായിട്ട് എത്തുന്ന സിനിമയായിരിക്കും ഹാപ്പി വെഡിങ്. മാത്രമല്ല ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വ്യത്യാസം. പ്രേമം സിനിമയിൽ അഭിനയിച്ച ആ ഒരു ടീമിൻ്റെ സിനിമയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. കാരണം പ്രേമം സിനിമനെ ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ കണ്ട ആ ക്യാരക്ടേഴ്സിനെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും അവരോട് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സിനിച്ചേട്ടൻ ഭയങ്കര ഫണ്ണിയായിരുന്നു. സെറ്റിൽ ഭയങ്കര ലൈവായിരിക്കും എപ്പോഴും. വന്നാൽ തന്നെ നമുക്കൊരു ഉഷാറായിരിക്കും. സിനിച്ചേൻ്റെ കൂടെ ഉള്ള ഓരോ സീനും നമുക്കൊരു ഉഷാറുണ്ടാവും ഓരോ സീൻ ചെയ്യുമ്പോൾ. മാത്രമല്ല എൻ്റെ ഒരു സീൻ ചെയ്യുമ്പോൾ സിനിച്ചേൻ്റെ ഒരുപാട് സജഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. സിനിച്ചേട്ടനും ഷറഫ്ക്കിയും ജസ്റ്റിൻ ചേട്ടനൊക്കെ എല്ലാവരും ഭയങ്കര ഫണ്ണിയായിരുന്നു. ആരും എടുത്തു പറയാൻ പറ്റില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമാശകളും പാരവെപ്പൊക്കെ കണ്ട് എന്നും ഞങ്ങൾ ചിരിക്കാറുണ്ട്. പിന്നെ സൗബിൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടനോട് അഭിനയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം സൗബിൻ ചേട്ടന് സെക്കൻഡ് ഷെഡ്യൂളായിരുന്നു ഷൂട്ട്. എനിക്ക് ഫുൾ ഫസ്റ്റ് ഷെഡ്യൂളായിരുന്നു. അദ്ദേഹത്തിന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ദൈവം അനുഗ്രഹിച്ച് അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഫണ്ണി ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒന്നായിട്ട് എടുത്തു പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലാവും. ഒമർ ഖാനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്നൊരു ന്യൂ കമ്മർ ഡയറക്ടറായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഒരു സീൻ ചെയ്യുമ്പോൾ അത്രയും കറക്റ്റായിരുന്നു ഓരോ കാര്യങ്ങളും. എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് അപ്പം തന്നെ വന്ന് ക്ലിയർ ആക്കി തരും. പിന്നെ ഒരു സീൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വന്ന് അതെങ്ങനെ ചെയ്യണം, അതിങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ ഒരു പ്രത്യേക പ്ലാനിങ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വളരെ ഹ്യൂമർ സെൻസിലൊരു വ്യക്തിയാണ് ഒമർ ഖാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി വെഡിങ് ലൈഫ്, അതായത് ഹാപ്പി മാരീഡ് ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് ഈ മൂവിയുടെ ക്ലൈമാക്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെലിബ്രിറ്റി കപ്പിൾസാണ് സൂര്യ ആൻഡ് ജ്യോതിക. ഇപ്പോഴും അവർ ഒരുമിച്ച് കാണുമ്പോൾ എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കുന്ന രണ്ടുപേരായിട്ടേ തോന്നാറുള്ളൂ. ഹാപ്പി വെഡിങ്ങിന് ശേഷം ഞാൻ ചെയ്ത സിനിമയാണ് നാവൽ ദി ജുവൽ. ഒരു ഇൻ്റർനാഷണൽ മൂവിയാണ്. ശ്വേത ചേച്ചി ആൺവേഷത്തിലെത്തുന്ന സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നല്ല പടങ്ങൾ വന്നാൽ തീർച്ചയായും ചെയ്യും.